ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ, ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ, ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ, ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ, അവരെ കണികാണൽ, അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം. ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ്. ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം. അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നക്ഷത്രമൃഗം, പക്ഷി, വൃക്ഷം, ഗണം, ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല. അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ്. നക്ഷത്രവൃക്ഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ്. എല്ലാ കൂട്ടുകാരെയും തത്വമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചോതി നാളുകാർ പൊതുവെ ശാന്തശീലരായിരിക്കുമെങ്കിലും വലിയ നിർബന്ധശീലരും സ്വതന്ത്രരുമായിരിക്കും. ഇവരുടെ പുറവടിവും ഉള്ളംകാലുകളും ഉയർന്നിരിക്കും. ബുദ്ധിശക്തിയും പ്രായോഗികമായ കർമ്മകുശലതയും ഇവരെ അനുഗ്രഹിക്കുന്നു. സ്ത്രീലോകത്തിൻ്റെ ഭാവാകവാദികളിൽ ഇവർ ആകൃഷ്ടരായിത്തീരുന്നു. ഇവർ വളരെ വിശ്വസ്തന്മാരും കൊടുക്കൽ വാങ്ങലിൽ കണിശം പുലർത്തുന്നവരുമായിരിക്കും. ഇവരുടെ സ്വഭാവത്തിൽ കാണാവുന്ന ഒരു പ്രത്യേകതയുള്ളത് തങ്ങളുടെ പ്രവർത്തികളെ മറ്റാരും വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. അത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കുകയില്ല. പെട്ടെന്ന് ശോഭിച്ചവശയായി ചിലപ്പോൾ ഇവർ വളരെ സാഹസികമായി പെരുമാറും. അത്തരം പരിസ്ഥിതി വന്നു ചേർന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും. ചോതി നക്ഷത്രക്കാർ മിക്കവാറും പുഷ്ടിയുള്ള ശരീരമുള്ളവരായിരിക്കും. ഏത് കാര്യത്തിലും ഇവർ നല്ല സാമർഥ്യമുള്ളവരായി കാണപ്പെടും. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരാത്ത വിധം സ്വന്തം നിലയിൽ കാര്യലാഭമില്ലാത്തതാണെങ്കിൽ പോലും അവർ ആർക്കു വേണ്ടിയും ബുദ്ധിമുട്ടുവാനും കഷ്ടപ്പെടുവാനും മടിക്കുകയില്ല. എന്നാൽ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളിൻ്റെ കീഴിൽ പണിയെടുക്കുക ഇവർക്ക് തീരെ ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല. അഭിമാനബോധവും ഏത് ദുർഘടസന്ധിയിലും പതറാത്ത മനഃശക്തിയും ഇവർക്കുണ്ടായിരിക്കും. സാമാന്യ മര്യാദയിൽ കവിഞ്ഞ് എത്ര വലിയവരെയും ഇവർ ബഹുമാനിക്കുവാനും ആശ്രയിക്കുവാനും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ സ്വഭാവം ഒന്നുകൊണ്ട് ജീവിതത്തിൽ പല ശത്രുക്കളെയും ഇവർ സമ്പാദിക്കും. മാത്രമല്ല, മറ്റുള്ളവരുടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇത് വഴി തെളിക്കുകയും ചെയ്യും. തന്നെ ആശ്രയിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ഇവർ എന്തു ചെയ്യുവാനും മടിക്കുകയില്ല. അതുപോലെ തന്നെ തനിക്ക് ഹിതമല്ലാത്തവരോട് എന്ത് പ്രതികാരവും വേണ്ടി വന്നാൽ ചെയ്തെന്ന് വരും. ഇവരുടെ ബാല്യകാലം വളരെ ക്ലേശമുള്ളതായിരിക്കും. സ്വന്തക്കാരെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഇവർക്ക് പറയത്തക്ക പ്രയോജനങ്ങളൊന്നും ലഭിക്കുന്നില്ല. ചോതി നക്ഷത്രക്കാർ മിക്കവാറും സ്വന്തം പരിശ്രമങ്ങളെ കൊണ്ട് ഉയർന്നവരായിരിക്കും. ഈ നാളുകാർ മിക്കവാറും നല്ല ആരോഗ്യമുള്ളവരും ആകർഷണീയമായ ശരീരത്തോടു കൂടിയവരുമായിരിക്കും. ആർസസ്, ഉദര സംബന്ധമായ രോഗം, ഹൃദ്രോഗം ഇവയെല്ലാമാണ് ഇവർ സൂക്ഷിക്കേണ്ട രോഗങ്ങൾ. ചില്ലറ അസ്വസ്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഇവർ അതിനെ കാര്യമായി പരിഗണിക്കാറില്ല. സുദൃഢമായ മനഃശക്തിയും വൈരാഗ്യബുദ്ധിയുമാണ് ഇവരെ വിജയിപ്പിക്കുന്നത്. പലതരത്തിലുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഈ നക്ഷത്രക്കാർ പലപ്പോഴും വിധേയരാകാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ അത്ര തന്നെ വിജയിക്കാറില്ല. വ്യാഗ്യദൃഷ്ടിക്കാർക്ക് വിവാഹ രമ്യമെന്ന് തോന്നിയേക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൃദ്യമോ സമാധാനപരമോ ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി പരിശ്രമിക്കുവാനുള്ള കഴിവിനെ ഉൾക്കടാമണ്ണം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനോദുഃഖം കരണ്ടുകൊണ്ടിരിക്കും. സ്വന്തക്കാർക്ക് വേണ്ടി പരിശ്രമിക്കുക, കഴിയും വിധം അവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടതൊക്കെ ചെയ്യുക എന്നത് ഇവരുടെ ജീവിതത്തിലെ ആദ്യ പരിപാടിയായിരിക്കുമെങ്കിലും ഒടുവിൽ ഇതെല്ലാം കാറ്റിൽ പറന്ന പഞ്ഞി പോലെ ക്ഷണനേരത്തിൽ അപ്രത്യക്ഷമാകുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത്.
മാത്രമല്ല അവസാനം അക്കൂട്ടരാൽ ഇവർ ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് മിക്കവാറും കണ്ടുവരുന്നത്. ഏതാണ്ട് 30 വയസ്സുവരെ ഇവർക്ക് പറയത്തക്ക യാതൊരു പുരോഗതിയും സിദ്ധിക്കുന്നില്ല. അതിനുശേഷം സൗഭാഗ്യകരമായ ജീവിത പരിശ്രമങ്ങളിൽ ഏർപ്പെടുമെങ്കിലും 32 മുതൽ 60 വയസ്സുകൾക്കിടയിലാണ് ഇവരുടെ നല്ല കാലം നിലകൊള്ളുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇവയെല്ലാത്തിനും പുറമെ ചില പ്രത്യേകത ഫലങ്ങളുണ്ട്. പതിഭക്തിയും പാതിവൃത്യവും സത്യവും പുലർത്തി കുടുംബ ശൈഥില്യത്തിനിടവരാൻ അനുവദിക്കാത്ത ഒരു ജീവിതമായിരിക്കും ഇവർക്കുള്ളത്. മക്കളെ കൊണ്ടുള്ള പൂർണ്ണ സുഖാനുഭവം ഇവർക്കുണ്ടായിരിക്കും. ഗാർഹികമോ ഔദ്യോഗികമോ ആയ എല്ലാ മണ്ഡലങ്ങളിലും ഇവർക്ക് വേണ്ടവിധം ശോഭിക്കുവാൻ കഴിയും. മിക്കവാറും ഇവർ സാവകാശം നടക്കുന്നവരായിരിക്കും. നല്ല ബന്ധുക്കളും പ്രസക്തിയും ഇവർക്കുണ്ടാകും. ഈ നക്ഷത്രം ക്ഷേത്രദർശനത്തിനും വിത്തുവകകൾ നടുന്നതിനും പ്രധാനമാണ്. ചോതി നക്ഷത്രത്തിന് ദശാനാഥൻ രാഹുവാണെന്ന് പറയപ്പെടുന്നു. തുടർന്ന് വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ ഈ ക്രമത്തിൽ 90-ൽ പരം വയസ്സുകൊണ്ട് ആദിത്യൻ വരെയുള്ള ദശാകാലങ്ങളിൽ പര്യവസാനിക്കുന്നു. ഇത് സ്ഥൂലമായ കണക്കാണെന്ന് ധരിക്കേണ്ടതാണ്. പ്രതികൂല നക്ഷത്രങ്ങൾ അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക അവസാന 3 പാദങ്ങൾ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നിവയാണ് പ്രതികൂല നക്ഷത്രങ്ങൾ. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ശനി, കേതു, ആദിത്യൻ എന്നീ ദശകളിൽ ഇവർ വൃതിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ചോതി, ചതയം, തിരുവാതിര എന്നീ നാളുകളിൽ ക്ഷേത്രദർശനവും മറ്റും നടത്തുന്നത് ഉത്തമമാണ്. സർപ്പവചനം ഈ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണ്. രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സർപ്പക്ഷേത്ര ദർശനം നടത്തുക. സർപ്പക്കാവിൽ നീർമരുത് വെച്ചുപിടിപ്പിക്കുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങളാണ്. രാഷ്ട്രാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് ഉത്തമമാണ്. കറുപ്പ്, ഇളം നീല, വെള്ള തുടങ്ങിയ നിറങ്ങൾക്ക് അനുകൂലമാണ്. നക്ഷത്രമൃഗം മഹിഷം, വൃഷം നീർമരുത്, ഗണം ദേവഗണം, യോനി പുരുഷൻ, പക്ഷി കാക്ക, ഭൂതം അഗ്നി.